പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 44-ാം വാക്യത്തിൽ യേശു ഒരു നിധിയെക്കുറിച്ചുള്ള ഉപമ പറയുക മാത്രമല്ല, മനുഷ്യജീവിതത്തിലെ മൂല്യങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഹൈറാർക്കി ഓഫ് വാല്യൂസ്, ഒരടിസ്ഥാന ആത്മീയ സത്യവും വെളിപ്പെടുത്തുന്നു. മനുഷ്യജീവിതത്തിലെ എല്ലാ മൂല്യങ്ങളും ഒരേ തലത്തിലുള്ളവയല്ല. ചിലത് വിലപ്പെട്ടവ, എന്നാൽ അവയിൽ ഒന്നു മാത്രമാണ് പരമമായത്, സുപ്രീം. ആത്മീയ വിവേകം ആരംഭിക്കുന്നത് ഈ വ്യത്യാസം തിരിച്ചറിയുന്നതോടെയാണ്. വിലപ്പെട്ടത് എന്നത് മനുഷ്യജീവിതത്തിന് ഗുണവും വളർച്ചയും സമ്പന്നതയും നൽകുന്ന ഏതൊരു യാഥാർത്ഥ്യവുമാകാം. അറിവ്, ബന്ധങ്ങൾ, പ്രാർത്ഥന, സഭ, ആത്മീയ പാരമ്പര്യങ്ങൾ, വിശുദ്ധർ, ശുശ്രൂഷകൾ ഇവയെല്ലാം വിലപ്പെട്ടവയാണ്. എന്നാൽ പരമമായത് മറ്റെല്ലാ മൂല്യങ്ങൾക്കും സ്ഥാനവും അർത്ഥവും ദിശയും നൽകുന്ന കേന്ദ്ര യാഥാർത്ഥ്യവുമാണ്. ജീവിതത്തിലെ മറ്റെല്ലാ മൂല്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയാണ് അവയുടെ യഥാർത്ഥ സ്ഥാനവും അർത്ഥവും കണ്ടെത്തുന്നത്. അതുകൊണ്ട് എല്ലാ പരമമായ കാര്യങ്ങളും വിലപ്പെട്ടതാണ്. എന്നാൽ എല്ലാ വിലപ്പെട്ട കാര്യങ്ങളും പരമമായവയല്ല. യേശുവിൻ്റെ മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമ ഈ അടിസ്ഥാന ആത്മീയ വിവേചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ഒരു അടിസ്ഥാന ചോദ്യം ഉയരുന്നത്: ഞാൻ കണ്ടെത്തിയത് യഥാർത്ഥ നിധിയാണോ? ഈ ചോദ്യം ചിലരെ അത്ഭുതപ്പെടുത്താം. ഞാനൊരു ക്രൈസ്തവനല്ലേ? ഞാൻ സഭയുടെ ഭാഗമല്ലേ? ഞാൻ സമ്പന്നമായ ഒരു ആത്മീയ പാരമ്പര്യത്തിൽ ജനിച്ചവനല്ലേ? ഞങ്ങളുടെ സ്ഥാപകൻ വിശുദ്ധനല്ലേ? ഞങ്ങളുടെ ആരാധനക്രമം ആഴമുള്ളതല്ലേ? ഇവയെല്ലാം സത്യമായിരിക്കാം. ഇവയെല്ലാം ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാകാം. എന്നാൽ യേശുവിൻ്റെ ഉപമയുടെ വെളിച്ചത്തിൽ ഇവയൊന്നും ഒരു കാര്യം ഉറപ്പു നൽകുന്നില്ല. എന്താണത്? ഞാൻ യഥാർത്ഥ നിധിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നത്. കാരണം ജീവിതത്തിൽ വിലപ്പെട്ടതായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും പരമമായ നിധിയല്ല. ഇന്നത്തെ ധ്യാനത്തിൽ നാം അന്വേഷിക്കുന്നത് ഇതുതന്നെയാണ്. യഥാർത്ഥ നിധിയെ എങ്ങനെ തിരിച്ചറിയാം? മത്തായിയുടെ സുവിശേഷം അധ്യായം 13 44-ാം വാക്യത്തിൽ യേശു നിധിയെ വിവരിക്കുന്നില്ല. അതിൻ്റെ രൂപമോ വലിപ്പമോ വിലയോ പറയുന്നില്ല. പകരം നിധി കണ്ടെത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവൻ സന്തോഷിക്കുന്നു, വീണ്ടും നിധി മറച്ചു വെക്കുന്നു, തനിക്കുള്ളതെല്ലാം വിറ്റ് വയൽ വാങ്ങുന്നു. യേശു നിധിയെക്കുറിച്ചല്ല, നിധി മനുഷ്യനിൽ സൃഷ്ടിച്ച മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ യഥാർത്ഥ ചോദ്യം ഇതല്ല, ഞാൻ നിധി കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടോ? യഥാർത്ഥ ചോദ്യം ഇതാണ്, എൻ്റെ ജീവിതം അത് തെളിയിക്കുന്നുണ്ടോ? യഥാർത്ഥ നിധി കണ്ടെത്തുമ്പോൾ ജീവിതത്തിൻ്റെ കേന്ദ്രം മാറുന്നു, മുൻഗണനകൾ മാറുന്നു, തീരുമാനങ്ങൾ മാറുന്നു. മനുഷ്യൻ തൻ്റെ മുഴുവൻ ജീവിതവും പുതിയ മൂല്യത്തെ ചുറ്റിപ്പറ്റി പുനർക്രമീകരിക്കാൻ തുടങ്ങുന്നു. ആത്മീയജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം തിന്മയെ തിരഞ്ഞെടുക്കുന്നതല്ല, നല്ല കാര്യങ്ങളെ പരമമായ കാര്യങ്ങളാക്കുന്നതാണ്. തിരുവെഴുത്ത് നല്ലതാണ്, സഭ നല്ലതാണ്, ആരാധന നല്ലതാണ്, ആത്മീയ പാരമ്പര്യങ്ങൾ നല്ലതാണ്, വിശുദ്ധർ നല്ലതാണ്, ധ്യാന പരിശീലനങ്ങൾ നല്ലതാണ്. എന്നാൽ ഇവയൊന്നും ക്രിസ്തുവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. അവയുടെ മഹത്വം അവയിൽ തന്നെയല്ല. അവ നമ്മെ ക്രിസ്തുവിലേക്കാണോ നയിക്കുന്നത് എന്നതിനാലാണ്. ഒരു ഭൂപടം യാത്രയെ സഹായിക്കും, പക്ഷേ ഭൂപടം ലക്ഷ്യസ്ഥാനമല്ല. അതുപോലെ ആത്മീയ ജീവിതത്തിലെ എല്ലാ മാർഗങ്ങളും മനുഷ്യനെ ക്രിസ്തുവിലേക്കാണ് നയിക്കേണ്ടത്. യേശുവിൻ്റെ കാലത്തെ മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ചവരായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, തിരുവെഴുത്തുകൾ പഠിച്ചു, നിയമങ്ങൾ പാലിച്ചു. എന്നിട്ടും യഥാർത്ഥ നിധി അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദൈവത്തെ നിരസിച്ചില്ല.
പക്ഷെ ദൈവത്തിലേക്കുള്ള ചില മാർഗങ്ങളെ അവസാന ലക്ഷ്യമായി മാറ്റി. ചിലർ ദേവാലയത്തെ കേന്ദ്രമാക്കി, ചിലർ നിയമത്തെ, ചിലർ അത്ഭുതങ്ങളെ, ചിലർ മതപരമായ അധികാരത്തെ, ചിലർ സ്വന്തം പ്രതീക്ഷകളെ. അങ്ങനെ മാർഗം ലക്ഷ്യമായി മാറിയപ്പോൾ യഥാർത്ഥ നിധി അവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയി. ഇന്നത്തെ ആത്മീയ ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ. ഇന്ന് ചിലപ്പോൾ ആത്മീയ നേതാക്കൾ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടുന്നു. അവരെക്കുറിച്ചുള്ള വായനകൾ, സംഭാഷണങ്ങൾ, അവരുടെ ചിന്തകളെക്കുറിച്ചുള്ള പഠനങ്ങൾ വർദ്ധിക്കുന്നു. പക്ഷേ ക്രിസ്തുവിനെ അറിയുന്നതിലും ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നതിലും വലിയ വളർച്ച സംഭവിക്കുന്നില്ല. ചിലപ്പോൾ ഒരു സന്യാസ സഭയുടെ സ്ഥാപകനെ കുറിച്ചുള്ള അറിവ് വളരുന്നു. അത് നല്ലതാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, സ്ഥാപകർ ഒരിക്കലും സ്വയം ലക്ഷ്യമായിരുന്നില്ല. അവർ വിരൽ ചൂണ്ടിയത് ക്രിസ്തുവിലേക്കാണ്. പക്ഷെ ചിലപ്പോൾ നാം വിരൽ ചൂണ്ടിയ ദിശ മറന്ന് വിരലിൽ തന്നെ നോക്കി നിൽക്കുന്നു. വിരലിൻ്റെ മഹത്വം അതിൽ തന്നെയല്ല, അത് ചൂണ്ടിക്കാണിക്കുന്ന ദിശയിലേക്കാണ്. വിരൽ മാത്രം നോക്കാൻ തുടങ്ങിയാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകും. അതുപോലെ ആത്മീയ ജീവിതത്തിലെ എല്ലാ മാർഗങ്ങളും പാരമ്പര്യങ്ങളും ഗുരുക്കന്മാരും സ്ഥാപകരും വിശുദ്ധരുടെ ജീവിതങ്ങളും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ക്രിസ്തുവിലേക്ക്. അവിടെ നിൽക്കാതെ ആ ദിശയിലൂടെ മുന്നോട്ട് നടക്കാനാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത്. പക്ഷേ വിരൽ തന്നെയാണ് നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രമാകുന്ന നിമിഷം യാത്ര നിലച്ചു പോകുന്നു. ചിലപ്പോൾ വിശുദ്ധ വസ്തുക്കൾ വിശ്വാസത്തിന്റെ കേന്ദ്രമാകുന്നു. ഉദാഹരണം എണ്ണ, ഉപ്പ്, വെള്ളം, മെഴുകുതിരി. ഇവയെല്ലാം വിശ്വാസത്തെ സഹായിക്കുന്ന അടയാളങ്ങളാണ്. അവയ്ക്ക് അവയുടെ സ്ഥാനമുണ്ട്. പക്ഷേ അവ ക്രിസ്തുവിനെ മാറ്റിസ്ഥാപിക്കുന്ന നിധിയല്ല. അടയാളം സത്യത്തിലേക്ക് നയിക്കണം, സത്യത്തെ മറച്ചു വെക്കരുത്. യേശു ഒരിക്കലും മനുഷ്യരെ വസ്തുക്കളിലേക്ക് വിളിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, എന്നെ അനുഗമിക്കൂ. ചിലപ്പോൾ നാം സഭാപ്രവർത്തനങ്ങളിൽ അത്യധികം സജീവരായിരിക്കും. യോഗങ്ങൾ, സേവനങ്ങൾ, സംഘടനകൾ, പരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രാർത്ഥനയിൽ ആഴമില്ല, ആന്തരിക നിശബ്ദതയില്ല, ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം വളരുന്നില്ല. ചിലപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നു. വചനങ്ങൾ അറിയാം, ദൈവശാസ്ത്രം അറിയാം, വാദിക്കാൻ അറിയാം, പക്ഷേ ദൈവാനുഭവം വളരുന്നില്ല. ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളിൽ രൂപപ്പെടുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാം. തെറ്റായ നിധിയുടെ ഏറ്റവും വലിയ അപകടം എന്താണ്? പലരും കരുതുന്നത് തെറ്റായ നിധി എന്നത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തെറ്റായ തിരഞ്ഞെടുപ്പാണെന്നാണ്. പക്ഷേ യേശുവിൻ്റെ ഉപമ അങ്ങനെ പറയുന്നില്ല. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ പലപ്പോഴും വ്യക്തമായ തിന്മകളായി നമ്മുടെ മുമ്പിൽ വരാറില്ല. അവ പലപ്പോഴും നന്മയുടെ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവ കൂടുതൽ അപകടകരവുമാണ്. ഒരു തെറ്റായ നിധി ആദ്യം നമ്മെ ഭയപ്പെടുത്തുകയില്ല. അത് ആത്മീയമായി തോന്നും, ഭക്തിപരമായി തോന്നും, വിശുദ്ധമായി തോന്നും, സുരക്ഷിതമായി തോന്നും. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ചോദ്യം ഉയരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ രൂപാന്തരം സംഭവിക്കാത്തത്? പ്രാർത്ഥനകൾ വർദ്ധിച്ചു, ആത്മീയ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു, വായനകൾ വർദ്ധിച്ചു, അറിവ് വർദ്ധിച്ചു, മതപരമായ അനുഭവങ്ങൾ വർദ്ധിച്ചു. ഇവിടെയാണ് ആത്മീയ സ്തംഭനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യത്തെ രൂപാന്തരപ്പെടുത്തുന്ന നിധിയാണെന്ന് കരുതി വർഷങ്ങളോളം പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തം നിധിയെ യഥാർത്ഥ നിധിയാണെന്ന് ഉറപ്പാക്കുകയാണ്. ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കി: നിധി സംരക്ഷിക്കുന്നതിന് മുമ്പ് അത് യഥാർത്ഥ നിധിയാണെന്ന് ഉറപ്പാക്കണം.
പക്ഷേ യേശുവിൻ്റെ ഉപമയിൽ ഇനിയും ഒരു അത്ഭുതകരമായ വിശദാംശം ബാക്കിയുണ്ട്. നിധി കണ്ടെത്തിയ മനുഷ്യൻ എന്തുകൊണ്ടാണ് അത് വീണ്ടും മറച്ചു വെച്ചത്? എന്തുകൊണ്ടാണ് ഉടനെ എല്ലാവരെയും വിളിച്ച് കാണിക്കാതിരുന്നത്? ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു ആഴമേറിയ നിയമം അവിടെ ഒളിഞ്ഞിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നാം ധ്യാനിക്കുന്നത് അതാണ്. നിധി കണ്ടെത്തിയിട്ടും എന്തിന് വീണ്ടും മറച്ചു? നന്ദി.